ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ഥാസ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള വിഷയമാണ് ട്രസ്റ്റി അവസ്ഥയുടെ ഭാവം. ഇന്നത്തെ അവ്യക്ത സൂചന, ലൈറ്റിൻ്റെ കണക്ഷനിലൂടെ ഏറ്റവും വലിയ യന്ത്രങ്ങൾ പോലും പ്രവർത്തിക്കുന്നു. താങ്കളെല്ലാം ഓരോ കർമ്മം ചെയ്തുകൊണ്ടും കണക്ഷൻ്റെ ആധാരത്തിലൂടെ സ്വയം ഡബിൾ ലൈറ്റായി മുന്നോട്ട് പോകും. എവിടെ ഡബിൾ ലൈറ്റിൻ്റെ സ്ഥിതിയുണ്ടോ അവിടെ പരിശ്രമം, ബുദ്ധിമുട്ട് എന്ന വാക്ക് തന്നെ സമാപ്തമാകും. എൻ്റേതെന്ന ഭാവത്തെ സമാപ്തമാക്കി ട്രസ്റ്റി എന്ന ഭാവവും ഈശ്വരീയ സേവനത്തിൻ്റെ ഭാവനയുണ്ട്. എങ്കിൽ ഡബിൾ ലൈറ്റായി തീരും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. ബാബയുടെ അവ്യക്ത സൂചനകളെക്കുറിച്ച് കേൾക്കുമ്പോൾ വീണ്ടും നമ്മൾ സ്വയത്തിൽ പരിശോധിക്കുന്നു. ഞാൻ ഈ അവസ്ഥയിലാണോ ഇരിക്കുന്നത്? ബാബ എന്ന ട്രസ്റ്റി സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഡബിൾ ലൈറ്റായാണോ ഇരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്? ബാബ എന്ത് വാക്കാണോ ഉപയോഗിച്ചത് അതിൻ്റെ ഭാവവും അതിൻ്റെ ഭാവനയും രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വിചാരസാഗര മഥനം ചെയ്യാൻ ആരംഭിക്കും. സ്വയം പരിശോധിക്കാൻ സാധിക്കും, ഞാൻ ട്രസ്റ്റ് തന്നെയാണോ എന്ന്. സദാ ഓരോ പരിതസ്ഥിതിയിലും ഡബിൾ ലൈറ്റായാണോ ഞാൻ ഇരിക്കുന്നത്? ഈ അവ്യക്ത സൂചന ഞാൻ കേട്ടപ്പോൾ, ഞാൻ കുറച്ച് മുൻപ് തന്നെ ഞാനിത് വായിക്കാറുണ്ട്. ഇതനുസരിച്ചുള്ള അഭ്യാസവും മനനചിന്തനവും ഞാൻ നടത്താറുണ്ട്, കുറച്ചുകൂടി സ്പഷ്ടമായി തീരുന്നതിനായി. നമ്മുടെ ജീവിതത്തിൽ ബ്രഹ്മാബാബയുടെ ജീവിതത്തിൽ നാം കണ്ടു, ബാബ ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതൊരു പരിതസ്ഥിതി വരികയാണെങ്കിലും ബാബ ഒരിക്കലും തൻ്റെ ഉത്തരവാദിത്വം ഉപേക്ഷിച്ചിട്ടില്ല. വളരെയധികം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും ബാബ വീട്ടിലേക്ക് പോകാനും പറഞ്ഞു. 350 മാതാക്കളെയും സഹോദരിമാരെയുമാണല്ലോ സംരക്ഷിക്കേണ്ടത്. ഇത്രയും എതിർപ്പുകൾ വന്നപ്പോൾ, സാധാരണ ഒരു ലൗകിക വീട്ടിലാണെങ്കിൽ 2-3 പെൺകുട്ടികളുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ ബാബ ഇത്രയും കുട്ടികളെ, അതും പെൺകുട്ടികളെയാണ് സംരക്ഷിച്ചത്. തീർച്ചയായിട്ടും ബാബ ട്രസ്റ്റി സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ. ഞാൻ യഥാർത്ഥത്തിൽ ട്രസ്റ്റി സ്ഥിതിയിലാണോ സ്ഥിതി ചെയ്യുന്നത്? എന്നിൽ ട്രസ്റ്റി ഭാവമുണ്ടോ? അതായത് സേവനത്തിൻ്റെ ഭാവനയുണ്ടോ? ഈശ്വരീയ സേവനത്തിൻ്റെ ഭാവന. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നാം കർമ്മയോഗികളാണ്, അത് ശരി തന്നെ. പക്ഷേ ഈശ്വരൻ്റെ സേവ, ഈശ്വരീയ സേവനത്തിൻ്റെ ഭാവന, ഈശ്വരൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ നമ്മൾ മറക്കുന്നു. ഈശ്വരീയ സേവനം, സേവനത്തിലാണ്, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറയും. എല്ലാവർക്കും സേവ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ഉണർവും ഉത്സാഹവും ഉണ്ട്, ശരി തന്നെ. പക്ഷേ ഈശ്വരീയ സേവനം, ഈ ഒരു വാക്ക് നമ്മൾ ചേർത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ ആരുടെ സേവനം നാം ചെയ്യുന്നു അവർക്കും അതുപോലെ ഉള്ള ഭാവന വരും. ഈശ്വരൻ്റെ കുട്ടിയാണ്, ഈശ്വരൻ്റെ സന്ദേശവാഹകനാണിവർ. അല്ലെങ്കിൽ അവർ നമ്മളെ സാധാരണ രീതിയിൽ ജ്ഞാനിയാണ്, നിമിത്തമായിട്ടുണ്ട്, ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് തരും, ശരി തന്നെ. എന്നാൽ പ്രഭു സ്നേഹത്തിൻ്റെ, പ്രഭു പ്രേമത്തിൻ്റെ അനുഭൂതി ഇതനുഭവപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ഭാവവും ഭാവനയും ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചിലരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, ഇവരുടെ സ്വഭാവം ഇങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഭാവന അർത്ഥം ഉള്ളിൻ്റെ ഫീലിങ്സാണ്. സ്വഭാവം വേറെ, ഭാവന വേറെ. ഭാവം വേറെ, ഭാവന വേറെ. ഞാൻ ട്രസ്റ്റിയാണെന്നുള്ളതാണ് ഭാവന. ഈശ്വരീയ സേവനത്തിലാണെന്നുള്ളതാണ് ഉള്ളിൽ നിന്നും വരേണ്ട ഭാവന.
നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. അതായത് ഏത് കാര്യമാണെങ്കിലും പ്രത്യക്ഷ രൂപത്തിൽ, പ്രാക്ടിക്കൽ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പെരുമാറ്റത്തിലേക്ക്, പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ അതിൻ്റെ റിയൽ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാതെ ബുദ്ധി വരെ നമ്മളതിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ബുദ്ധിയിൽ അറിയാം ഇന്നതാണ് വേണ്ടതെന്ന്, ജ്ഞാനം അറിയാം, ജ്ഞാനമുണ്ട് നമ്മളിത് തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ദിവസം മുഴുവനും നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നില്ലല്ലോ. അതിന് ഇന്നത്തെ വേണ്ടിയിട്ട് ബാബ നമുക്ക് നൽകിയിട്ടുള്ള ഹോംവർക്കാണ്. എങ്ങനെയാണോ പ്രകാശത്തിൻ്റെ കണക്ഷൻ അഥവാ വൈദ്യുതിയുടെ കണക്ഷനിലൂടെ വലിയ വലിയ മെഷീനറീസ് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെ താങ്കളെല്ലാവരും തൻ്റെ ഓരോ കടമകൾ നിറവേറ്റിക്കൊണ്ടും കണക്ഷൻ്റെ ആധാരത്തിൽ സ്വയം ഡബിൾ ലൈറ്റായിട്ടിരിക്കുകയും ഡബിൾ ലൈറ്റായി സ്ഥിതി ചെയ്യുകയും. ഇവിടെ ഡബിൾ ലൈറ്റിൻ്റെ സ്ഥിതിയുണ്ടോ? ഞാൻ ഡബിൾ ലൈറ്റാണെന്ന് പറയുമ്പോൾ അവിടെ പ്രയത്നം, ബുദ്ധിമുട്ട് എന്ന വാക്ക് സമാപ്തമാകുന്നു. പ്രയത്നമാണ്, ബുദ്ധിമുട്ടാണ്, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? അല്ലെങ്കിൽ ഉള്ളിൽ തോന്നാറുണ്ടോ? ബാബ പറയുന്നത് സ്വയം തൻ്റേതെന്ന ഭാവത്തെ സമാപ്തമാക്കുന്നു. ഞാൻ എൻ്റെ എന്നുള്ള ഭാവം, ട്രസ്റ്റി എന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യൂ. ഈശ്വരീയ സേവനത്തിൻ്റെ ഭാവത്തിൽ സ്ഥിതി ചെയ്യൂ. ട്രസ്റ്റി ഭാവം, ഈശ്വരീയ സേവാധാരി എന്ന ഭാവന. എങ്കിൽ ഡബിൾ ലൈറ്റായി തീരും. ആന്തരികമായി ഒരിക്കലും ഏതൊരു കാര്യവും നമുക്ക് ഭാരിച്ചതായി അനുഭവപ്പെടാനേ പാടില്ല. ഏതെങ്കിലും കാരണത്താൽ നമുക്ക് ഭാരിച്ച അവസ്ഥ അനുഭവം ചെയ്യാറുണ്ടോ നമ്മൾ? അതിനാൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്തുകൊണ്ട് തൻ്റെ ഭാവത്തെയും ഭാവനയെയും ബാബ പറഞ്ഞത് പ്രകാരം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ദിവസം മുഴുവനും ഈ ഒരു അറ്റൻഷൻ സ്വയത്തിൽ കൊടുക്കാം. അതിനോടൊപ്പം പരിശോധിക്കുകയും ചെയ്യാം. ഓം ശാന്തി.